ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 245 ദിവസം സൂറത്തുൽ ബഖറ 235. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ولا جناح عليكم فيما عرضتم به من خطبة النساء أو أكننتم في أنفسكم علم الله أنكم ستذكرونهن ولكن لا تواعظوهن سرا إلا أن تقولوا قولا معروفا ولا تعزموا عقدة النكاح حتى يبلغ الكتاب أجله واعلموا أن الله يعلم ما في أنفسكم فاحذروه واعلموا أن الله غفور حليم. വിവാഹമുക്തകളായ സ്ത്രീകളോട് അവരുടെ ഇദ്ദാവേളയിൽ നിങ്ങൾ വിവാഹാഭിലാഷം സൂചിപ്പിക്കുകയോ മനസ്സിലൊളിപ്പിക്കുകയോ ചെയ്യുന്നതിൽ കുറ്റമില്ല. നിങ്ങൾ അവരെ സ്മരിക്കുമെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ അവരോട് രഹസ്യമായി വിവാഹ വാഗ്ദാനം നടത്താതിരിക്കുവിൻ. നല്ല വാക്കുകൾ സംസാരിക്കാമെന്ന് മാത്രം. വേദം അനുശാസിച്ച ഇദ്ദയുടെ അവധി കഴിയുന്നതുവരെ വിവാഹ ഉടമ്പടി തീരുമാനിക്കാവതല്ല. നിങ്ങളുടെ മനോഗതങ്ങൾ പോലും അള്ളാഹു അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കുവിൻ. അതിനാൽ അവനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുകയും ചെയ്യുവിൻ. നിശ്ചയം അവൻ വളരെ പൊറുക്കുന്നവനും ക്ഷമാശീലനും കൂടിയാണെന്നും അറിഞ്ഞിരിക്കുവിൻ. വിധവ അവളുടെ ഇദ്ദാകാലത്ത് ദാമ്പത്യ ജീവിതത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകളുമായി കഴിയുകയായിരിക്കും. അതുപോലെ അന്തരിച്ച ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ വികാര വിചാരങ്ങൾ, അവരുടെ ഗർഭപാത്രത്തിൽ രൂപം പ്രാപിച്ചു വരുന്ന കുഞ്ഞിനെക്കുറിച്ച സംശയങ്ങൾ, ഗർഭമുണ്ടെന്ന് ബോധ്യമായാൽ അതിനെ പ്രസവിക്കുന്നതുവരെയുള്ള ആശങ്കകൾ, ഇതെല്ലാം ഒരു പുതിയ കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനെ തടയുന്ന പ്രതിഭാസങ്ങളാണ്. അത്തരം സംസാരം തികച്ചും അനവസരത്തിലുമായിരിക്കും. മാത്രമല്ല, വികാരങ്ങളെ അത് വ്രണപ്പെടുത്തുകയും ഓർമ്മകൾക്ക് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും. ഈ പരിഗണനകൾ വെച്ചുകൊണ്ടാണ് വിധവകളോട് വ്യംഗ്യമായിട്ട്, വ്യക്തമായിട്ടല്ല, വിവാഹാഭ്യർത്ഥന നടത്താമെന്ന് അനുവദിച്ചത്. എന്നുവെച്ചാൽ തൻ്റെ ദീക്ഷാകാലമെല്ലാം കഴിഞ്ഞ ശേഷം ഈ മനുഷ്യൻ തന്നെ ഭാര്യയാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് സ്ത്രീക്ക് ഒരു തോന്നൽ സൃഷ്ടിക്കുവാനുള്ള വിദൂരമായ സൂചനകൾ മാത്രമേ പാടുള്ളൂ. അതുമാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മാന്യമായി സംസാരിക്കുന്നത് ധർമ്മവിരുദ്ധമോ സഭ്യേതരമോ അല്ല. സൂക്ഷ്മമായ നിലയിൽ അള്ളാഹു വിവരിക്കുന്ന നിയമങ്ങളുടെ അതിലംഘനവുമല്ല. വിവാഹബന്ധം പാടില്ല എന്നല്ല, വിവാഹ ഉടമ്പടി പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. കൂടുതൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി ബന്ധത്തെ സൃഷ്ടിക്കുന്ന തീരുമാനത്തെ തന്നെ വിലക്കിയിരിക്കുകയാണിവിടെ. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ. അതിനെ സമീപിക്കുക പോലും അരുതെന്ന് അള്ളാഹു പറഞ്ഞ പോലുള്ള ഒരു പ്രസ്താവന ആണിതും. അങ്ങേയറ്റത്ത് സൂക്ഷ്മത പുലർത്തണമെന്ന അർത്ഥത്തിൽ. ആന്തര രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയത്തെയും നിയമനിർമ്മാണത്തെയും പരസ്പരം ബന്ധിക്കുകയാണ് ഒടുവിൽ. അറിവിൻ, അള്ളാഹു നിങ്ങളുടെ വിചാരങ്ങൾ പോലും അറിയുന്നു. അവനോട് ഭക്തി പുലർത്തുവിൻ. മറച്ചുവെക്കപ്പെട്ട മോഹങ്ങൾക്കും ഗുപ്തമായ വികാരങ്ങൾക്കും സ്ത്രീ പുരുഷ ബന്ധത്തിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മനസ്സിനെയും ഹൃദയത്തെയും സ്വാധീനിക്കുന്ന ശക്തമായ വൈകാരിക ബന്ധങ്ങളാണിവ. എന്നാൽ ദൈവഭയവും മനോവികാരങ്ങളെപ്പോലും അവൻ അറിയുന്നുവെന്ന ദൈവബോധവുമാണ് നിയമത്തിൻ്റെയും നിയമവാഴ്ചയുടെയും അവസാന ഉറപ്പ്. മനുഷ്യഹൃദയം ഈ ഭയവും ഭീതിയും കൊണ്ട് പ്രകമ്പിതമായാൽ, ഭക്തിയാലും സൂക്ഷ്മതയാലും അത് വിറകൊണ്ടാൽ അതിൽ ദൈവികമായ ശാന്തി നിറയും.
ക്ഷമയിലും ദയയിലും പാപമുക്തിയിലും വിട്ടുവീഴ്ചയിലും അത് സ്വസ്ഥവും സ്വായുജ്യവും അടയും. ഏറെ പൊറുക്കുന്നവനും കനിവുറ്റവനും അത്രേ അള്ളാഹു. ദൈവബോധമുള്ള മനസ്സിൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു. ഹൃദയരഹസ്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവൻ തെറ്റുപറ്റിയ അടിമ പശ്ചാത്തപിക്കുമെന്നതിനാൽ ശിക്ഷ നടപ്പാക്കാൻ ധൃതി കാണിക്കാത്തവൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി.